പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം നടത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന് അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ സമ്മതിച്ചു. നീറ്റിന് അപേക്ഷിക്കാൻ കുട്ടിയുടെ കുടുംബം ഏൽപ്പിച്ചത് മറന്നുപോയതുകൊണ്ടാണ് ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്നാണ് മൊഴി. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഏതായാലും ഒരു മറവി വലിയ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണോ ഇതിന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? ഈ കുട്ടിയുടെ കുടുംബത്തിന് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? എന്താണ് സംഭവിച്ചത് അവിടെ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. പോലീസ് പത്തനംതിട്ടയിൽ നിന്ന് പോയ പോലീസ് സംഘം ഇന്ന് രാവിലെ ഗ്രീഷ്മ, ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഗ്രീഷ്മ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതായത് കുട്ടിയുടെ അമ്മ, ഈ വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്കായി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഏൽപ്പിച്ചു അക്ഷയ സെന്ററിലെത്തി. പക്ഷേ താൻ അപേക്ഷിക്കാൻ മറന്നുപോയി. അങ്ങനെ മറന്നുപോയ കാര്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ ഒരു വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചത് എന്നാണ് ഗ്രീഷ്മ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് അതേ അക്ഷയ സെന്ററിൽ തന്നെ വന്ന് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ച മറ്റൊരു വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റിൽ ഇന്നലെ പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് വിവരങ്ങളും അടക്കം എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. വലിയ കുറ്റകൃത്യം തന്നെയാണ് തന്റെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീഷ്മ നടത്തിയത്. ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നും ഈ വിദ്യാർത്ഥിയെ വ്യാജ ഹോൾ ടിക്കറ്റുമായി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരുന്നു. അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് തന്നെ ചതിച്ചത്. ഈ വിദ്യാർത്ഥിയുടെ അമ്മയടക്കം അങ്ങനെയുള്ള മൊഴിയായിരുന്നു പോലീസിന് നൽകിയത്. അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് ഇത്തരത്തിലുള്ള തങ്ങളെ ചതിച്ചത്. അത് തിരിച്ചറിയാൻ തങ്ങൾക്കായില്ല. വ്യാജ ഹാൾ ടിക്കറ്റ് ആണ് എന്ന് തിരിച്ചറിയാൻ തങ്ങൾക്കായില്ല എന്നായിരുന്നു ആ വിദ്യാർത്ഥിയും അതുപോലെ വിദ്യാർത്ഥിയുടെ അമ്മയും പോലീസിന് മൊഴി നൽകിയത്. പോലീസ് അത് മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ തന്നെ അക്ഷയ സെന്റർ ജീവനക്കാരി നിരീക്ഷണത്തിലായിരുന്നു. രാത്രി ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അക്ഷയ സെന്ററിലെ. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.